ഭാരതത്തിൻ്റെ അഭിമാന ചിഹ്നങ്ങളായിട്ടുള്ള ദേശീയ പതാക, അതേപോലെ ഇന്ത്യയുടെ ഭരണഘടന എന്നിവകളെ അവഹേളിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് 1971, അതായത് 2071 ദേശത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളായിട്ടുള്ള ഈ ഭരണഘടനയെയും ദേശീയ പതാകയും ഒക്കെ അവഹേളിക്കുന്നത് കുറ്റകരമാക്കിയിട്ടുണ്ട്. സെക്ഷൻ 2 അനുസരിച്ചാണ് ഇതിനെ ശിക്ഷാർഹമാക്കിയിട്ടുള്ളത്. 3 വർഷം വരെ ശിക്ഷിക്കാവുന്നതാണ്. ഈ സെക്ഷൻ 3 അനുസരിച്ച് ഇന്ത്യയുടെ ദേശീയ ഗാനത്തെ, ആലാപനത്തെ തടസ്സപ്പെടുത്തുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന നടപടിയും കുറ്റകരവും ശിക്ഷാർഹവുമാണ്. അതനുസരിച്ച് 3 വർഷം വരെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്യുന്നവരെ ജയിലിലടയ്ക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷേ ആ കാലത്ത് ഈ വന്ദേ മാതരം ഒരു ദേശീയ ഗാനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടിരുന്നില്ല. എന്നാൽ 2026 ജൂലൈയിൽ വന്ദേ മാതരത്തെ കൂടി ദേശീയ ഗാനത്തിന്റെ പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് ജനഗണമന എന്ന് ആരംഭിക്കുന്ന ആ ഗാനത്തിന്റെ അതേ സ്റ്റാറ്റസ് തന്നെയാണ് വന്ദേ മാതരം എന്ന ഗാനത്തിനും വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് സെക്ഷൻ 3 അനുസരിച്ച് വന്ദേ മാതരം ആലപിക്കുന്നതിനെ തടസ്സപ്പെടുത്തുകയോ നിരുത്സാഹപ്പെടുത്തുകയോ കളിയാക്കുകയോ ഒക്കെ ചെയ്താൽ 3 വർഷം വരെ ശിക്ഷിക്കാവുന്ന കുറ്റകരമാക്കിയിട്ടുണ്ട്. അത് നമ്മൾ നോക്കണം. അത് ജൂലൈ 2026 ഇപ്പോൾ ആഗസ്റ്റ് 15 ഡൽഹിയിൽ കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനത്ത് നടത്തിയ സ്വാതന്ത്ര്യദിന പരിപാടിയിലെ വന്ദേ മാതര ഗാനം ആലപിക്കുന്ന സമയത്ത് സോണിയാഗാന്ധി അവിടെ നിന്നുകൊണ്ട് കക്രി കാണിക്കുകയും തടസ്സപ്പെടുത്തുകയും ഗോക്രി കുത്തുകയും ഒക്കെ ചെയ്യുന്ന ചിത്രം വളരെ വൈറലായി എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഈ പ്രവൃത്തി ഇത് കുറ്റകരവും ശിക്ഷാർഹവുമാണ്. ജൂലൈയിലാണ് ഈ അമെൻമെന്റ് വന്നത്. അപ്പോൾ ഇവർ ഈ കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ഈ നിയമമുണ്ട്. അതുകൊണ്ട് വന്ദേ മാതരത്തെ അവഹേളിച്ച, അതിനെ തടസ്സപ്പെടുത്തിയ കുറ്റത്തിന് സോണിയാഗാന്ധി ശിക്ഷാർഹയാണ്. ചുരുക്കി പറഞ്ഞാൽ സോണിയാഗാന്ധി എന്ന് പറയുന്നവര് അവർക്ക് അറിയില്ല എന്ന് പറയാനൊക്കില്ല. അവർ UPA ചെയർപേഴ്സണാണ്. മാത്രമോ അവർ പ്രതിപക്ഷ നേതാവായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് നിയമം അറിയില്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അതാണ് നിയമം. അപ്പോൾ സോണിയാഗാന്ധി എന്ന് പറയുന്നത് ഒരു ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത സ്ത്രീയാണ്. അവരെ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഏതായാലും നിയമമറിയാതെ ഇങ്ങനെ എവിടെ എന്ത് പറയണം ചെയ്യണമെന്നറിയാതെ നടക്കുന്ന ഒരു വിഡ്ഢിയാണ് സോണിയാഗാന്ധി എന്നുള്ളത് വളരെ വ്യക്തം. ഏതാണ്ട് വിവരക്കേടിൻ്റെ ഒരു സ്ത്രീരൂപമാണ് സോണിയാഗാന്ധി എന്നുള്ളത് ഏതായാലും ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്.